ശരിക്ക് അവസാനം വരെ കട്ടക്കി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ജീവിതത്തിൽ ഇങ്ങനത്തെ ഏതെങ്കിലും അനുഭവങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ജീവിതത്തിൽ കുറെ ഇതുപോലത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിനൊക്കെ കുറച്ച് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ പെർഫോമൻസ് പറ്റുന്നത്ര റിലേറ്റബിൾ ആക്കണം എന്നതാണ് ഉണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നല്ല ചോദ്യമായിരുന്നു. സന്തോഷമുണ്ട് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ 2025 ആദ്യത്തെ സിനിമ വലിയൊരു സിനിമയിൽ ഭാഗം പറ്റിയ ഒരുപാട് സന്തോഷം. ചെയ്തു ജോബി, താങ്ക് യു ജോബി ഇങ്ങനെ കാസ്റ്റ് ചെയ്തു. പിന്നെ ഓൾ നമ്മുടെ എല്ലാ ടീമും അസോസിയേറ്റ്സ് ആണെങ്കിലും പ്രൈവേറ്റ് മെമ്പേഴ്സ് ഇങ്ങനെ എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് സിനിമയിലേക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സമയത്തൊക്കെ താങ്ക്സ് വേണമെന്ന് തോന്നുന്നു. പിന്നെ ഇനിയും ഇതേപോലെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാണെന്നും കുറച്ചുകൂടി നല്ല മുമ്പോട്ട് പോകണമെന്നൊക്കെയാണ് ഭയങ്കര ആഗ്രഹം. അപ്പം അങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു. ആസിഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സിനിമ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഇപ്പൊ കുറെ റിവ്യൂസ് എന്ന് പറയുന്നത് ഒരുപാട് പേര് പറയുന്നത് അച്ഛനായി. താങ്ക് യു. ഇനി അതിനെപ്പറ്റി കഴിഞ്ഞ ഫാൻസ് മീറ്റിൽ ഇങ്ങനെ ആസിഫ പറയാറുണ്ട്, ഇനി കാണുമ്പോൾ ഒരാൾ പോലും ഷോർട്ട് ഫിലിം അഭിനയിച്ച നായകൻ എന്ന് പറയത്തില്ല, അതിനെ മാറ്റി പറയും, സിനിമയിലെ നായകൻ എന്ന് തന്നെ പറയുന്നത്. കഴിഞ്ഞിടെ തന്നെ രേഖയിൽ തന്നെ അത് ഓൾറെഡി അങ്ങനെ രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു താമസം വന്ന പോലെ തോന്നി അതേപോലെ ഒരു പണം വരാൻ വേണ്ടിയിട്ട്. ഉറപ്പായിട്ട്. കാരണം ഞാൻ രേഖ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നു രക്ഷപ്പെടും. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എന്നെ ആളുകൾ തിരിച്ചറിയുന്നത് ഷോർട്ട് ഫിലിമിലെ നായകൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ ആസിഫ പറഞ്ഞ കമന്റ് ഇന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പറഞ്ഞ മെസ്സേജ് നടൻ നീ മാറി, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം കറക്റ്റായി എന്ന് പറഞ്ഞിട്ടാണ് വരുന്ന മെസ്സേജ്. മെസ്സേജ് മൊത്തം അങ്ങനെ വരുന്നത്. പിന്നെ കുറെ റിവ്യൂവേഴ്സ് ആണെങ്കിലും അത് ഇപ്പം കുറെ യൂട്യൂബ് വീഡിയോസ് ആയിട്ട് എനിക്ക് മെൻഷൻ ചെയ്തിരുന്നത് ആ പറഞ്ഞ ചട്ടമായി കറക്റ്റായി ഓടുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമസ്കാരം. ഇവരെല്ലാവരും പറഞ്ഞു ഇത്രയും നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയെന്ന് തന്നെ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിന് വലിയ സന്തോഷം. പിന്നെ ഇത്രയും വലിയ ടീമിലൂടെ വർക്ക് ചെയ്യാൻ പറ്റുക അതും വലിയ സന്തോഷം. താങ്ക് യു. ഹലോ. ചിത്രത്തിന്റെ നമ്മുടെ പ്രൊമോഷൻസിന്റെ സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ആക്ച്വലി പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെ, അതുപോലെ പ്രൊമോഷൻസിന്റെ സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ആ സമയത്ത് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റിലീസ് ആയി കഴിഞ്ഞിട്ട് പോലും നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ സ്ക്രീനിലുണ്ടായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായി കാണും. ആൻഡ് ഈ പ്രോജക്റ്റിൽ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ജോഫിൻ, താങ്ക് യു സോ മച്ച് എന്നെ നമുക്ക് ഇൻവൈറ്റ് ചെയ്തതിന്. ഈ കഥ പറഞ്ഞു തന്നെടുത്ത് ജോൺ കഥ പറഞ്ഞതുകൊണ്ടാണ് അതൊക്കെ കേൾക്കാനല്ലോ. അപ്പൊ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഐ ലുക്ക് വെരി ഗുഡ്. ആൻഡ് ഒബ്വിയസ്ലി ആസിഫിന്റെ കൂടെ വർക്ക് ഒത്തിരി ആഗ്രഹിച്ചു. വൺ ഓഫ് ദ ആക്ടർ ഐ വാണ്ടഡ് ടു വർക്ക് വിത്ത് ആസിഫ് ആയിരുന്നു. ഐ കുഡ് വർക്ക് വിത്ത് ആസിഫ്. താങ്ക് യു ആസിഫ്. അനശ്വര, താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് റിയലി നൈസ് വർക്കിംഗ് വിത്ത് യു. വെരി loved being with you. Nice knowing you. പൊന്നിനെ ആകെ മറ്റൊരു പ്രാവശ്യം മറ്റേ പറയല്ലേ, ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഭവം വെച്ചാൽ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് രേഖാചരിത്രത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് വി വാസ് സോ ഇൻവോൾവ്. ദിസ് ഇസ് ഹൗ ദ സെറ്റ് വാസ്. ആൻഡ് ദെൻ ലാസ്റ്റ് നമ്മുടെ ഈ സിനിമ ഔട്ട് വന്നപ്പോൾ ഇതിന്റെ ഔട്ട് കാണുമ്പോൾ ഹൗ പ്രേക്ഷകർ ഇത് അപ്രീഷിയേറ്റ് ചെയ്ത് കാണുമ്പോൾ really happy from within. Thank you so much for everybody coming here and watching our cinema. I hope if a cake party. Thank you. Nandi namaskaram. ഇതിനു മുമ്പ് ക്രൗൺ ക്ലാസ് ഒരു വട്ടം വന്നപ്പോൾ ഉണ്ടായ ഇൻസിഡന്റിന് ശേഷം മലയാളികൾ എല്ലാവരും ആസിഫയ്ക്ക് ചേർത്ത് നിർത്തി. അതിന് അദ്ദേഹം ആസിഫ മറുപടി തിരിച്ച് നന്ദി പ്രകടിപ്പിച്ചത് കിഷ്കിന്ധാകാന്ഡം എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെയായിരുന്നു.
അപ്പോൾ മലയാളികൾ അങ്ങിൽ വിശ്വസിച്ച ആ ഒരു വിശ്വാസത്തിനും ആ സ്നേഹത്തിനും 2025 വീണ്ടും തുടർച്ചയായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ശ്രമിക്കുന്നതാണ്. എത്ര പറഞ്ഞാലും അങ്ങനെ നന്ദി പറഞ്ഞ് തീർക്കാനുള്ള ഒരു ബന്ധമല്ല. അപ്പോൾ നല്ല നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതാണ് എന്നെ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകരോട് എപ്പോഴും കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്നെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന നിർമ്മാതാവിനോടും അതിനെ മേൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതായിരുന്നു എപ്പോഴും ഉള്ള ആഗ്രഹം. ഇപ്പോഴും അത് തന്നെയാണ്, ഇനി അങ്ങോട്ടും അത് തന്നെയായിരിക്കും. അപ്പൊ രേഖാചിത്രം സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റിലും നേരെ വന്ന് നിങ്ങളെ കണ്ട് ഇത് ചൂടോടെ ആഘോഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പ്രസ് മീറ്റ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോ ഇവിടെ വന്നതിനും ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ സിനിമയുടെ ഒരു വിജയം അറിയിച്ചതിനും നിങ്ങളോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ ഇനി കാണാനുള്ള പ്രേക്ഷകർ സ്പോയിലേഴ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ സിനിമയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ അറിയുന്നതിന് മുന്നേ തന്നെ പോയി തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു. വീണ്ടും ഉടനെ കാണാം. അല്ലല്ല, ആക്ച്വലി ജോൺ പോൾ സാർ എന്നെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ എനിക്ക് ജോൺ പോൾ സാറിന് നല്ല പരിചയമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കഥ ഞാൻ കുറേ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. 2018 ഇതിൻ്റെ കഥ വരുന്നു. അതിനുശേഷം ഇതിൻ്റെ തിരക്കഥയുടെ സമയത്ത് 2021 ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം അപ്പോൾ ഞാൻ ജോൺ പോൾ സാർ കഥ പറയേണ്ട ആവശ്യം വന്നപ്പോൾ സാറ് കോട്ടയത്തെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഏകദേശം 6-7 മണിക്കൂർ ഇരുന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. ശരിക്കും ഇപ്പം കാണുന്ന പോലെ അല്ല അവിടെ ജോൺ പോൾ സാർ വരേണ്ടിയിരുന്നത്. ജോൺ പോൾ സാർ ഇതിലൊരു ക്യാരക്ടറായിട്ട് വന്ന പോലെ അന്ന് ഒരു നിർണായക കാര്യങ്ങൾ അങ്ങനെയായിരുന്നു ആ എപ്പിസോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡിലേ ആയ സമയത്താണ് പെട്ടെന്ന് സാറ് മരിച്ചു പോയത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകുന്ന അതിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ജോൺ പോൾ സാറിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയിൽ നിന്നാണ് പിന്നീട് അത്തരത്തിലേക്ക് എപ്പിസോഡിലേക്ക് മാറ്റിയത്. ഇതിലെ കഥ ശരിക്കും നടന്നതാണോ അതിലോ നമുക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ തിരുത്തി ചെയ്തതാണോ എങ്ങനെയാണ്? ഇതിലുള്ള ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയൊരു കഥയാണ്. കാരണം അതിൽ 2 സിനിമകളുടെ റെഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അത് ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു. അത് അതിലെ ഒരു സിനിമയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനത് ഇപ്പൊ തന്നെ ഇതിനകത്ത് ജഗദീഷേട്ടന്റെ സീൻസുകളൊക്കെ ഉണ്ട്. അത് ശരിക്കും അങ്ങനെ കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ടായിരുന്നു. ജഗദീഷേട്ടന്റെ സീൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി നമ്മൾ ഇന്നങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയെ പറ്റി പറയുന്നത് ഈ സിനിമയ്ക്ക് യാതൊരുവിധ ട്വിസ്റ്റോ ഭയങ്കര ഹൈ മൊമെന്റ്സോ ഒന്നുമുള്ള സിനിമയല്ല. ഈ സിനിമ ആൾക്കാർക്ക് വർക്കാവുന്നത് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഒരു ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും അതിന്റെ പശ്ചാത്തലത്തിലുള്ള പുതുമയാണ്. അത് നമ്മളെല്ലാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ അതെ അതില് ഏറ്റവും ഇതായിട്ട് മമ്മൂക്കയുടെ എല്ലാവരും മമ്മൂട്ടി ചേട്ടാ എന്ന് വിളിക്കുന്ന ഒരു സംഭവം അത് ഭയങ്കര ഇതായിട്ടാണ് തോന്നുന്നത്. കമ്പനി ശരിക്കും ഞങ്ങൾ ശരിക്കും ആഡിയോ സമീക ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടെ പ്രതീക്ഷിച്ചത് മേഡം മച്ചാനെന്ന് വിളിക്കുന്ന ടൈപ്പ് കഥാപാത്രമായിരുന്നില്ല. അപ്പം അതേപോലത്തെ പ്രതീക്ഷിക്കുന്ന ഒരു അടിച്ചു വിളിക്കുന്ന ഒരു കഥാപാത്രത്തിൽ വരുന്ന സിനിമ പ്രതീക്ഷിക്കാറ്. ഞാനും അതിനാണ് വെയിറ്റിംഗ്. എനിക്ക് എന്തോ ഈയിടെയായിട്ട് വരുന്നത് എല്ലാം കുറെ സീരിയസ് പടങ്ങളാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ ഇന്ന് സിനിമ കഴിഞ്ഞിറങ്ങി വനിതയിൽ നിന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത്, സുലേഖ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി കരയുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്ത് സിനിമ കണ്ട് അതിന്റെ ഇമോഷനിൽ കരയുന്നതാണെന്ന് ഓർത്തു. അടുത്ത് ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി ഒരു 2 ഷോട്ടുള്ളൊരു സീനിൽ അഭിനയിച്ചിരുന്നു. പക്ഷെ നമ്മൾ പല സമയത്തും സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി.
അപ്പൊ ചേച്ചിയുടെ കൂടെ കുറേ പേര് ചേച്ചിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ സിനിമയ്ക്ക് വന്നിരുന്നു. പക്ഷെ ചേച്ചി സിനിമയിലില്ല എന്നുള്ളത് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി അവർ ഒത്തിരി വിഷമിച്ച് കരയുന്നത് കണ്ടു. അപ്പൊ ചേച്ചി ഇന്ന് ആക്ച്വലി ഒന്ന് പ്രസ് മീറ്റിൽ കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പൊ സുലേഖ എന്നാണ് അവരുടെ പേര്. എന്റെ ഭാഗത്ത് പറ്റി ചെറിയ മിസ്റ്റേക്ക് ആണ്. ഞാൻ അത് അവരോട് പറയണമായിരുന്നു. അപ്പൊ ഇനി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വരും ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യാൻ ജോഫിൻ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത്തരത്തിലൊരു സിനിമയിൽ എനിക്ക് അത്രയ്ക്കൊരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ്. കാരണം ഈ സിനിമയുടെ കഥ പറയുന്നത് അത്തരത്തിൽ ഒരുപാട് സിനിമയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കഥയായിരുന്നു. പക്ഷെ അത് എനിക്ക് അവരെ അത് അറിയിക്കാൻ പറ്റിയില്ല. ഞാൻ വിട്ടുപോയി. ലാസ്റ്റ് മിനിറ്റിലൊരു ട്രിമ്മിൽ വന്ന സമയത്ത് ട്രിം ചെയ്ത് പോയതാണ്. അവരാണെങ്കിൽ കുറേ ആൾക്കാരുമായിട്ട് വന്ന് ഭയങ്കര ഇമോഷണലായിട്ട് എനിക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് ഭയങ്കര ആ സിനിമയുടെ അഭിപ്രായങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്കത് വിഷമമായി പോയി. ചേച്ചി വരണമെന്ന് വിചാരിച്ചു, പക്ഷെ എത്തിയിട്ടില്ല. ഉടനെ തന്നെ ആ ചേച്ചിക്ക് മികച്ചൊരു വേഷം, ചേച്ചിയെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു വേഷം ഞങ്ങൾ ആരെങ്കിലും അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സിനിമയിൽ കൊടുക്കുന്നതായിരിക്കും. അത് ആ ചേച്ചിക്ക് അങ്ങനെയെങ്കിലും സന്തോഷമാവാൻ അല്ല ബോഡി കുഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആസിഫിക്ക് മാത്രം കൈ കുറയുന്നതില്ലാതെ ഓൾറെഡി അത് ചാടി ചാടി നിൽക്കുന്ന പയ്യനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത്. എന്താ പറയുക, നമ്മൾ ചില സിനിമകൾ പറയുമ്പോൾ അത് സിനിമാറ്റിക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതിനകത്ത് നമ്മൾ ടൂ മച്ച് ലോജിക്ക് നോക്കുന്നതിൽ കാര്യമില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും ആ ഒരു മൊമെന്റിനും ഓഡിയൻസിലേക്ക് കിട്ടുന്ന ഒരു ഫീലിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് നമ്മൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞതൊന്നുമല്ല. അങ്ങനെയാണ് അത് സിനിമ. ചില ഇമോഷൻസും ചില സീനും അങ്ങനെ ആയിരിക്കണം. എല്ലാത്തിനും നമുക്ക് കൃത്യമായ ലോജിക്ക് സിനിമയിലേക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥ പറഞ്ഞു പോകുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുഴിയിൽ നിന്ന് ഇതെടുക്കുന്ന കാര്യം, ഈ ഇന്റർവ്യൂലൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നത് ആസിഫ്ക്ക് കുഴിയിൽ നിന്നൊരു ബോഡി എടുത്ത സിനിമയുടെ ഭാഗ്യം ലൈക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എടുത്തേക്കുന്ന സിനിമകളൊക്കെ മുന്നേ വിജയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത്. കുഴിച്ചിട്ടത് കണ്ടെത്തുന്ന കൊണ്ടുവരാം. ചോദിക്കൂ. ഇല്ല ഇല്ല ഞാനില്ല. അതിപ്പോ ഒരു സ്ക്രിപ്റ്റ്, ഈ രേഖാചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു ത്രില്ലർ സിനിമകളിൽ സ്വാഭാവികമായിട്ടും ആസിഫിക ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർക്ക് ഒരുപാട് ഡൗട്ട് തോന്നും. ഈ ഡൗട്ടൊക്കെ ക്ലിയർ ആവാൻ എത്ര സമയം എടുക്കും? എനിക്ക് കിട്ടിയ ഫസ്റ്റ് നറേഷൻ തന്നെ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ഞാനൊരു സിനിമ കാണുന്ന പോലെയാണ് ഇതിന്റെ ആദ്യത്തെ നറേഷൻ തന്നെ കിട്ടിയത്. അതിനുശേഷം ഒരു ഓൾമോസ്റ്റ് 80% കംപ്ലീറ്റ് ആയ സ്റ്റേജിലാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ ഓരോ സ്റ്റേജിലും കൃത്യമായ ക്ലാരിറ്റി തന്ന് ഇതിന്റെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി വരെ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇന്നിപ്പോ പറയണം, കുറച്ച് ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആൻഡ്രൂ എന്ന് പറയുന്ന മൈൻസ്റ്റീൻ എന്ന് പറയുന്ന നമ്മുടെ ആർട്ടിസ്റ്റ്. അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അത് അത്ര എളുപ്പമല്ല. നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് വിജയിക്കാത്തൊരു പരിപാടിയാണ് നമ്മളത്. പ്രത്യേകിച്ച് ആൻഡ്രൂ അത് ഭയങ്കര നന്നായി ചെയ്തു തന്നു. ഒരുപാട് സമയം എടുത്തു നമ്മളത് നല്ല രീതിയിൽ ചെയ്തു തന്നു. അതേപോലെ തന്നെ JD എന്ന് പറയുന്ന ജയദേവൻ സൗണ്ട് ഡിസൈനർ, കഴിഞ്ഞ വർഷത്തെ ഉള്ളൊഴുകിൽ സംസ്ഥാന അവാർഡ് നേടിയ JD വളരെ മികച്ച രീതിയിൽ ഒരു സൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുജീബ് ഇല്ല. കിഷ്കിന്താടിന് ശേഷം മുജീബ് ചെയ്യുന്ന സിനിമയാണിത്. ഇനിയുള്ള കാലത്ത് മലയാള സിനിമയുടെ ഏറ്റവും മികച്ച മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരാളായിട്ട് മാറാൻ പോകുന്ന ഒരാളാണ് മുജീബ്. ഇനി തൊട്ടടുത്ത് ചെയ്യാൻ പോകുന്നത് വലിയൊരു സിനിമയാണ്. അത് അവർ അനൗൺസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് മുജീബ് എന്ന് പറഞ്ഞൊരു
ആളുടെ കാലമാണ് വരാൻ പോകുന്നത്. അതിലൊരു സൂചനയാണ് ഇഷ്ടം വിജയകായപ്പോൾ ഇതിലൂടെ ഇല്ല. ഞാൻ ഈ സിനിമയിൽ ഈ സിനിമ നടത്തിയെടുക്കാൻ കുറച്ച് പണിയുള്ള സിനിമയാണ്. ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടാണ് നമുക്കൊരു ലിമിറ്റഡ് ദിവസങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചാർട്ട് ചെയ്തിട്ടാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഈ 90 ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ദിവസവും രാവിലെ നേരത്തെ തുടങ്ങി രാത്രി വൈകി അവസാനിച്ച് പിറ്റേ ദിവസം 2 മണിക്ക് രാത്രി നിർത്തി പിറ്റേ ദിവസം 8 മണിക്കൊക്കെ വീണ്ടും തുടങ്ങി. അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ടീമിലെ എൻ്റെ ഡയറക്ഷൻ ടീമിലെ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടൊന്നും, അതുപോലെ അപ്പോഴത്തെ ടീമിലെ എല്ലാവരും എടുത്തു പറയുന്നത് ദേവി ചേട്ടൻ, പ്രേമേട്ടൻ, എൻ്റെ ഏരിയസായിട്ട് നിൽക്കുന്ന എല്ലാവരും, അപ്പൂൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും, അങ്ങനെ ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ പല സമയങ്ങളിലും റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ടീമിലൊന്നും അതുപോലെ സിനിമ യൂണിറ്റ് അവർക്കൊന്നും അങ്ങനെ റെസ്റ്റ് കിട്ടില്ല. ഈ 2 മണി പോയാൽ പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഇവരെല്ലാം എത്തണം. അപ്പം അങ്ങനെ ഒരു ടീമായിട്ട് 6 ദിവസം നിന്നിട്ടാണ് ഒപ്പം നിന്നുകൊണ്ടാണ് ഈ സിനിമ ആ ഒരു പീരീഡിൽ ഞങ്ങൾക്ക് ഇങ്ങനെ തീർക്കാൻ പറ്റുള്ളൂ. അവരോട് എല്ലാവരും നന്ദി ഞാൻ ഇപ്പോൾ പറയുന്നു. ടൈറ്റിൽ ജസ്റ്റ് റിവീൽ ചെയ്തോളൂ. ഇനി ഓരോന്നായിട്ട് തരാം. എല്ലാം കൂടെ ഒറ്റടിക്കുന്ന നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള അവസരം നോക്കാം. ജിത്തു ജോസഫ് സാർ ഏത് ടൈപ്പ് ഓഫ് സിനിമ ചെയ്യാനാണ് ഇഷ്ടം? അല്ലേ, അങ്ങനെ തന്നെ പോകാം. ശരി, താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്,